ശ്രീകുമാർ വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പുതിയ കൺസ്യൂമർ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. എല്ലാ വീടുകളിലും വളരെ അത്യാവശ്യം വേണ്ട, നമുക്ക് വളരെയധികം പ്രയോജനമുള്ള ഒരു കൺസ്യൂമർ പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീട്ടുജോലിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പച്ചക്കറികൾ ചെറുതായിട്ട് അരിയുക, അതുപോലെ തന്നെ ഇറച്ചി നുറുക്കിയെടുക്കുക. അതുപോലെ പച്ചക്കറികൾ തന്നെ തോരന് വേണ്ടിയിട്ടും മെഴുക്ക് പുരട്ടിക്കും ഒക്കെ ആയിട്ട് പല രീതിയിൽ അരിയുക. ഇതൊക്കെ വീട്ടമ്മമാരെ സംബന്ധിച്ച് വളരെ സമയം കളയുന്ന, കൈമുറിയുന്ന, അങ്ങനെ പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജോലിയാണ്. ഈ ജോലികളൊക്കെ വളരെ എളുപ്പത്തിലാക്കുന്ന ഇങ്ങനെയുള്ള ജോലികളുടെ സമയം ഒരു 4/1 കുറയ്ക്കുന്ന ഒരു ഉപകരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് സ്കൈടോൺ എന്ന പേരിൽ നമുക്ക് ഓൺലൈൻ വഴിയും അല്ലാതെയും ഒക്കെ ലഭ്യമാകുന്ന ഒരു മിനി ഹോം അപ്ലയൻസ് യൂണിറ്റാണ്. ഇത് ഒരു മിക്സർ. ഈ സ്കൈടോൺ ഒരു മീറ്റ്, വെജിറ്റബിൾ, ഡ്രൈ ഫ്രൂട്ട് കട്ടർ, അല്ലെങ്കിൽ അതിനെ നമുക്കൊരു ഗ്രൈൻഡർ അല്ലെങ്കിൽ ഒരു ചോപ്പർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മൾട്ടി ഫങ്ഷൻ മെഷീനാണ്. പൂർണ്ണമായിട്ടും സ്റ്റീലിൽ നിർമ്മിച്ചിരിക്കുന്ന ബോഡി, സ്റ്റീലിൽ നിർമ്മിച്ചിരിക്കുന്ന വളരെ മൂർച്ചയുള്ള ബ്ലേഡ്, ഒരു 750 വാട്ട് പവറുള്ള മോട്ടർ, ഇതെല്ലാം ചേർന്നതാണ്, ഇത്രയും കപ്പാസിറ്റി ഉള്ളതാണ് നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്ന സ്കൈടോണിൻ്റെ ഈ ചോപ്പർ അല്ലെങ്കിൽ കട്ടർ. ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിൽ 2 യൂണിറ്റാണ് വരുന്നത്. അതിൽ ഒരു വലിയ ബൗൾ വരുന്നുണ്ട്. ഈ ബൗൾ പല അളവിൽ കിട്ടും. ഞാനിത് 3 ലിറ്ററിൻ്റെ ബൗളാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് 1 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെയും 3 ലിറ്ററിൻ്റെയും ബൗള് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മളുടെ വീട്ടിലെ ആവശ്യമനുസരിച്ച് നമ്മളതിൻ്റെ സൈസ് നമുക്ക് തിരഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് 700 വാട്ട് പവറുള്ള ഒരു മോട്ടോർ യൂണിറ്റാണ്. ഇത് രണ്ടും ചേരുന്നതാണ് ഈ ചെറിയ ഹോം അപ്ലയൻസ്. ചെറിയ ഒരു ഉപകരണമാണെങ്കിൽ കൂടിയും ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രയോജനം, ഇതിൻ്റെ ഉപയോഗം പല വിധത്തിൽ നമുക്ക് വലിയ ഒരു സപ്പോർട്ടാണ് നമുക്ക് നമ്മളുടെ കിച്ചണിൽ തരുന്നത്. ഞാൻ ഇതിൻ്റെ പ്രോഡക്റ്റിനെ ഒന്നുകൂടി വിശദമായിട്ട് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് മെയിനായിട്ട് വരുന്നത് ഒരു സ്റ്റീൽ ബൗളാണ്. ഇത് ഞാൻ പറഞ്ഞു 3 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റീൽ ബൗള്. ഇതിനുള്ളിൽ വളരെ മൂർച്ചയേറിയ ഒരു ബ്ലേഡ് സെറ്റുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. ഇത് പുറത്തേക്ക് എടുക്കുമ്പോഴും തിരിച്ചുള്ളിൽ വയ്ക്കുമ്പോഴും വാഷ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്ക് കനം കുറഞ്ഞ നല്ല മൂർച്ചയുള്ള സ്റ്റീലിൻ്റെ ഒരു ബ്ലേഡ് അസംബ്ലിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇത് ഇത്രയുമേ ഉള്ളൂ. ഇതിൻ്റെ ഈ ബേസ് യൂണിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബൗൾ യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ അതിനൊരു നല്ല ലിഡ് വരുന്നുണ്ട്, ഒരു ഗ്ലാസ് ലിഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പാട്ടുല ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഇത്രയാണ് ജാറിൻ്റെ ഭാഗം. പിന്നെ അതിൻ്റെ മോട്ടോർ യൂണിറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു 700 വാട്ട് പവറുള്ള ഒരു മോട്ടോർ യൂണിറ്റാണ്. അത്യാവശ്യം നല്ല പവറുണ്ട് ഈ മോട്ടറിന്. അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറിയോ അല്ലെങ്കിൽ മീറ്റോ ഒക്കെ വളരെ പെട്ടെന്ന് ചെറിയ കഷ്ണങ്ങളാക്കുകയോ തീരെ ചെറുതായിട്ട് അരിയാനോ ഒക്കെ ഇത് ധാരാളമാണ്. ഇതിൻ്റെ 2 സ്പീഡാണുള്ളത്, ലോ സ്പീഡ്, ഹൈ സ്പീഡ്, 1, 2 അങ്ങനെ 2 സ്പീഡാണ് ഇതിന്. സ്പീഡ് ഉള്ള മോട്ടറാണിത്. നമുക്ക് അടുക്കള ജോലിയുടെ ഭാരം അല്ലെങ്കിൽ ദൈർഘ്യം, ടൈം വളരെ കുറയ്ക്കാനായിട്ട് ഈ ചെറിയ ഉപകരണം കൊണ്ട് സാധിക്കും. ഞങ്ങളുടെ വീട്ടിലെ ഉപയോഗം അനുസരിച്ച് ഇത് വലിയ പ്രയോജനമാണ് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഏത് പച്ചക്കറികളും, ക്യാബേജ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, സവോള, അങ്ങനെ ബീൻസ്, ഏത് പച്ചക്കറികളും നമുക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇറച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വലിപ്പത്തിൽ മീറ്റ്, ഫിഷൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ നല്ല പ്രയോജനമുള്ള ഒരു മൾട്ടി ഫങ്ഷൻ
കിച്ചൺ എക്യുപ്മെൻ്റാണ് നമ്മളുടെ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ സ്കൈടോൺ. നമുക്കിനി ഈ സ്കൈടോൺ കട്ടറിൻ്റെ ഉപയോഗം നേരിട്ടൊന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കറികളിൽ കുറച്ച് കട്ടി കൂടിയ ഏകദേശം മീറ്റിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഇടിഞ്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇടിഞ്ചക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ചക്ക ഒരു പകുതി മൂപ്പ് അല്ലെങ്കിൽ പകുതി മൂപ്പായതിൽ ഒരു 1/3 വിളവ് ആയ ചക്ക, അതിൻ്റെ പുറത്തെ കരിന്തൊലിയൊക്കെ നീക്കി കഴിഞ്ഞിട്ട് അത് സാമാന്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയതാണ്. ഇതെടുക്കാൻ കാര്യം ഇതിൻ്റെ പവർ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. ഓൾമോസ്റ്റ് മീറ്റിന് തുല്യമായ ഒരു കട്ടിയൊക്കെ ഈ ഇടിഞ്ചക്കയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സവോളയോ ഉള്ളിയോ അല്ലെങ്കിൽ പടവലങ്ങയോ പാവയ്ക്കയോ പോലെയുള്ള പച്ചക്കറികളൊന്നും എടുക്കാതെ ഈ ഇടിഞ്ചക്ക തന്നെ സെലക്ട് ചെയ്തത്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ പ്രയോജനം നോക്കാം, അതിൻ്റെ ഉപയോഗം ഒന്ന് നോക്കാം. ഇതിനകത്ത് 3 ലിറ്റർ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൂടെയും നമ്മൾ ഇത് പകുതി, ഈ ജാറിൻ്റെ പകുതി ഭാഗത്തിന് അല്പം മേൽ നിൽക്കത്തക്ക രീതിയിൽ ഇതിനകത്ത് ഈ പച്ചക്കറികൾ ഇടുന്നതാണ് നല്ലത്. കാരണം ഇത് അരിഞ്ഞു വരുമ്പോൾ ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ ജാറിൻ്റെ പുറത്തേക്ക് ഇത് തെറിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 70% വരെ ഇത് ഫുള്ളാക്കി മാത്രം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാറിലേക്ക് ഞാൻ ഈ ഇടിഞ്ചക്ക ഇത് ഫില്ല് ചെയ്യുകയാണ്. ഈ ബ്ലേഡ് ഇതിനകത്ത് നന്നായിട്ട് ഉറപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഈ ഇടിഞ്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. ഞാനിതിപ്പോൾ ഇതൊരു 2 തവണയായിട്ട് ഇത് അരിഞ്ഞെടുക്കത്തക്ക രീതിയിലാണ് ഞാൻ ഇടുന്നത്. നല്ല സാമാന്യം വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് നമ്മളിത് ഇതിനകത്ത് ഇടുന്നത്. ഇനി ഇതിൻ്റെ ഒരു ജാറുണ്ട്, ആ ജാറ് കൊണ്ട് നമ്മൾ അടയ്ക്കുക. ആ ലിഡ് കൊണ്ട് നമ്മൾ അടയ്ക്കുക. അപ്പോൾ ആ ലിഡ് കൊണ്ട് നമ്മൾ ജാറ് അടച്ചു. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മോട്ടോർ യൂണിറ്റ് ഇതിൻ്റെ മേലിലാണ് വെക്കുന്നത്. ഇതിൻ്റെ മോട്ടോർ യൂണിറ്റിന് ഇതിൻ്റെ ഈ ആക്സിൽ ഇറങ്ങത്തക്ക രീതിയിൽ മോട്ടോർ യൂണിറ്റിൽ ഒരു ഗ്യാപ്പുണ്ട്. അത് കൃത്യമായിട്ട് ആ പൊസിഷനിൽ വീഴത്തക്ക രീതിയിൽ ലോക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. മെഷീന് ഇപ്പോൾ വർക്കിങ്ങിന് റെഡിയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സ്പീഡ് ഞാൻ പറഞ്ഞു, 2 സ്പീഡുള്ള ഒരു മോട്ടറാണിത്. സ്പീഡ് 1 അതിൻ്റെ കുറഞ്ഞ സ്പീഡിലിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു 2 സ്പീഡ് മോട്ടറാണ്. സ്പീഡ് നമ്പർ 1ഉം സ്പീഡ് നമ്പർ 2ഉം. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊരു 50%ഓളം ഇത് ആകുന്നത് വരെ നമ്മൾ ചെറിയ സ്പീഡിൽ ഇത് വർക്ക് ചെയ്യിക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ മോട്ടറിൻ്റെ യൂണിറ്റ് മാറ്റി നമ്മൾ ഈ ചെറിയ സ്പാട്ടുല കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, പകുതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തത് അത് ഒരു വളരെ ചെറുതായിട്ടുണ്ട്. ഇട്ട് കൊടുത്ത ആ വലിയ പീസസൊക്കെ വളരെ ചെറിയ പീസസായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റാണ് നമ്മൾ ഇത് പ്രവർത്തിപ്പിച്ചത്. ഇനി നമ്മളിതൊന്ന് സ്പാട്ടുല കൊണ്ടൊന്ന് ഇളക്കിയിട്ടു. വീണ്ടും നമ്മൾ മോട്ടോർ യൂണിറ്റ് മേളിൽ വയ്ക്കുക. ആ മോട്ടോർ യൂണിറ്റിൻ്റെ ലോക്ക് ശരിക്ക് വീണ് കഴിഞ്ഞാൽ കറക്റ്റായി. ഇനി നമ്മൾ കൂടിയ സ്പീഡ് നമ്പർ 2 പ്രസ് ചെയ്യുക. അധിക സമയം പ്രസ് ചെയ്യേണ്ട, ഒരു അര മിനിറ്റ് മതിയാവും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മളിതാകെ ഇപ്പോൾ 1 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഇത് പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ, ഇപ്പോൾ നമ്മൾ ഇടിഞ്ചക്ക തോരൻ വയ്ക്കാനാണെങ്കിൽ അതിന് പറ്റിയ ഒരു സൈസായിട്ട് അത് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് രണ്ടാമത്തെ ബാക്കി വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക കൂടെ ഇട്ട് നമുക്കതും കൂടെ എടുക്കാം. നമ്മൾ ഇപ്പോൾ രണ്ടാമത് ബാക്കിയുണ്ടായിരുന്ന പോർഷന് ജാറിലേക്ക് ഇട്ടു. അത് ഇനി ഒന്ന് അരയ്ക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ കുറഞ്ഞ സ്പീഡ്, അത് 2 സ്പീഡാണുള്ളത്, കുറഞ്ഞ സ്പീഡ് നമ്മൾ ഉപയോഗിക്കുന്നു. അതത്രയും അരച്ചു. ഇനി നമ്മൾ സ്പാട്ടുല കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇനിയും രണ്ടാമത്തെ സ്പീഡിൽ. ഇപ്പോൾ നമ്മൾ ഇത് ശരിക്കും അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ഇടിഞ്ചക്ക തോരൻ വയ്ക്കത്തക്ക രീതിയിൽ ഇത് റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇനി സ്റ്റീൽ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ നമ്മളെടുത്ത ഇടിഞ്ചക്കയുടെ ഒരു ഭാഗമാണ്. ഒരു ചക്ക അത് 4 തുല്യ കഷ്ണങ്ങളാക്കി എടുത്തതിൽ ഒരു പീസാണ്, ഇതുപോലെയുള്ള ഒരു പീസാണ് നമ്മളുടെ ഈ സ്കൈടോൺ ഗ്രൈൻഡറിൽ ചോപ്പറിൽ അരിഞ്ഞ് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത്രയും വലിയ. ഇപ്പം ഇതിൻ്റെ കട്ടി അല്ല എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു മീറ്റ് കട്ട് ചെയ്യുന്ന പോലെയാണ്. ഇത്രയും വലിയ കഷ്ണം നമ്മളൊരു 20 ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു 3 മിനിറ്റ് മതി ഇത് ഈ രീതിയിലാക്കി എടുക്കാൻ. ഇതേപോലെ തന്നെ നമുക്ക് ഉള്ളിയോ സവോള എന്ത് പച്ചക്കറികളും മീറ്റ് ഒക്കെ നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ അടുക്കളയിലെ ജോലിഭാരം നമുക്കൊരു 4/1 കുറയും. അത്രയ്ക്ക് വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ വില, ഇതിൽ കൊടുത്തിരിക്കുന്ന വില എന്ന് പറയുന്നത് 3699 രൂപ MRP ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഇതിപ്പോൾ 1650 രൂപ റേറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ വീടുകളിൽ ഞാൻ പല എക്യുപ്മെൻറ്റ്സും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സ്കൈടോണിൻ്റെ ഈ ചെറിയ മിക്സർ. അപ്പോൾ കഴിവതും എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് സമയലാഭമുണ്ട്, അതുപോലെ തന്നെ ജോലി ഭാരം കുറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. ശ്രീകുമാർ വ്ളോഗ്സിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ഞായറാഴ്ച പുതിയൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നു. എല്ലാവരും സഹകരിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.